2 പതിറ്റാണ്ടിലധികമായി കപ്പ കൃഷിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള കർഷകനും ഒപ്പം തൊഴിലാളിയുമാണ് ചെറുവട്ടൂർ കുരുമ്പിനാമ്പാറയിലെ മാഞ്ഞാക്കൽ കൊച്ചു മുഹമ്മദ്. സഹായിക്കാൻ ഭാര്യയും മകനുമുണ്ട്. കപ്പ കൃഷി നഷ്ടമല്ലെന്നാണ് ഈ കർഷക കുടുംബത്തിന്റെ സാക്ഷ്യപത്രം. സ്വന്തമായി കൃഷിയിടമില്ലെങ്കിലും അരനൂറ്റാണ്ടിലേറെ പാരമ്പര്യമുണ്ട് മാഞ്ഞാക്കൽ കൊച്ചു മുഹമ്മദിന്റെ കർഷക മനസ്സിന്. പാട്ടത്തിനെടുത്തോ പങ്കിനോ സ്ഥലമെടുത്താണ് കൃഷി. ആദ്യകാലങ്ങളിൽ പലതരത്തിലുള്ള കൃഷി ഒരേ സമയം ചെയ്തിരുന്നു. 20 വർഷത്തിലധികമായി കപ്പ കൃഷിയിൽ മാത്രമാണ് കൊച്ചു മുഹമ്മദിന്റെ മനസ്സപ്പാടെ. പ്രായം 70കളിലാണെങ്കിലും അതിരാവിലെ കൊച്ചു മുഹമ്മദ് കൃഷിയിടത്തിലെത്തും. പിന്നെ എല്ലുമുറിയെ പണിയും. കൊച്ചു മുഹമ്മദിനൊപ്പം സദാസമയവും ഭാര്യ മൈമുനത്തുമുണ്ട്. ഫർണിച്ചർ തൊഴിലാളിയായ മകൻ ഷിയാസും സമയം കിട്ടുമ്പോഴൊക്കെ ഒപ്പം കൂടും. ഉൽപാദിപ്പിക്കുന്ന കപ്പ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയാണ്. പായ്പ്രയിലെ വ്യാപാരി ഉൽപാദിപ്പിക്കുന്ന കപ്പ മുഴുവനായും വാങ്ങുന്നതിനാൽ വിപണനം ഇവർക്ക് തലവേദനയാകില്ല. വിലയിലെ ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിലാണ് ലാഭത്തിന്റെ തോത്. ഒരിക്കലും നഷ്ടം സംഭവിക്കാറില്ലെന്ന് ഷിയാസ് പറഞ്ഞു. 10-20 കൊല്ലമായിട്ട് വാപ്പാക്ക് സ്ഥിരം കൃഷിയുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ നെല്ലിക്കുയിൽ ഫർണിച്ചറിൻ്റെ പണിയാണ്. അപ്പോൾ പണി കുറവുള്ളൂ. ഇപ്പോൾ ഇവിടെ വാപ്പാടോടെ സഹായിക്കാനായിട്ട് കൃഷിഭൂമിയിലേക്ക് വരും. രാവിലെ 7 മണിക്ക് വരും. ഉച്ചയ്ക്ക് ഒരു 12:30 വരേക്ക് ഇവിടെ എന്ത് പണി. കുഴപ്പമില്ല. മൊത്തത്തിലൊരു സീസൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പണിക്കാശം കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വില നല്ല 20 രൂപ 25 രൂപയുടെ മുകളിൽ കിട്ടുവാണെങ്കിൽ ലാഭമാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പണിക്കാശം കിട്ടും, എന്തെങ്കിലും കിട്ടും. സ്ഥല ഉടമകളുമായി പങ്കുചേർന്നുള്ള കൃഷിയോടെയാണ് കൊച്ചു മുഹമ്മദിന് താല്പര്യം. സ്ഥലത്തിനു പുറമെ കൃഷിച്ചെലവിന്റെ ഒരു പങ്ക് ഉടമ വഹിക്കും. അധ്വാനവും പരിപാലനവുമെല്ലാം കൊച്ചു മുഹമ്മദിന്റെ ഉത്തരവാദിത്തം. ഒരേ സമയം പലയിടങ്ങളിൽ കൃഷിയുണ്ട്. ഇതുവഴി എല്ലാ കാലത്തും വിളവെടുപ്പ് സാധ്യമാകുമെന്നതാണ് നേട്ടം. ഇത് പങ്കിനെടുത്ത് തരുന്ന സ്ഥലമാണ്. പകുതി പങ്കിന് ഇതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഭൂമി ഉടമ തരും. പണിക്കാശ് നമ്മളെടുക്കണം. നമുക്ക് വിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പകുതി നമുക്ക്, പകുതി ഭൂമി ഉടമ. മൊത്തം ഒരു 5 ഏക്കറിൻ്റെ മുകളിൽ പല ഭാഗത്തായിട്ട് കൃഷിയുണ്ട്. ഒക്കെ ഈ പങ്കിനാണ് നടത്തുന്നത്. സ്വന്തമായിട്ട് ഭൂമിയില്ല, വേറൊരാളുടെ ഭൂമിയിൽ അങ്ങനെ കൃഷി ചെയ്യുന്നു. GTV ന്യൂസ്, കോതമംഗലം.